ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഡിസൈറിൻ്റെ ലോഞ്ചിന് നമ്മളൊരു അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടെസ്റ്റ് ഡ്രൈവിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വണ്ടിയുടെ വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഡിസൈറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കേച്ചർ DC മീഡിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസയർ 2024 പറ്റി പറയുകയാണെങ്കിൽ സ്വിഫ്റ്റ് എന്നൊരു പേരിൽ നിന്ന് ഇത് സെപ്പറേറ്റ് ചെയ്ത് ഡിസയർ എന്നൊരു സെപ്പറേറ്റ് മോഡലാണ് ഈ ഒരു വണ്ടി വന്നത്. ഇതിൽ സ്വിഫ്റ്റ് എന്നുള്ള പേര് നെയിമിങ് ഇനി മുതൽ ഇല്ല. ഇനി മുതൽ ഡിസയർ എന്നുള്ളൊരു സെപ്പറേറ്റ് വണ്ടിയായിട്ടാണ് അറിയപ്പെടുന്നത്. സ്വിഫ്റ്റ് സെപ്പറേറ്റ് ആണ്, ഡിസയർ സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഈ ഡിസയറിനെ പറ്റി വേറെ പറയുകയാണെന്ന് വെച്ചാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് അഡൾട്ടിനും അതുപോലെ തന്നെ ചിൽഡ്രന് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് വരുന്ന ഒരു വണ്ടി കൂടിയാണിത്. പിന്നെ ഇതിൽ അഡാസിൻ്റെ ഒരു ഫീച്ചറും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ വൈസ് നോക്കുവാണെങ്കിൽ 1.2 3 സിലിണ്ടർ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. നാച്ചുറൽ ആസ്പിറേറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇതിന് വന്നിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു പോകാം. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻസ് നോക്കുവാണെങ്കിൽ പഴയ സ്വിഫ്റ്റുമായിട്ട് 10 mm ഹൈറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഓവറോൾ നോക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെറിയൊരു വലിപ്പം കുറവ് ഫീൽ ചെയ്യുമെങ്കിലും പക്ഷേ സെയിം ഡയമെൻഷൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഹൈറ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്ലോസ് ആയിട്ട് ഓരോ ഭാഗങ്ങളിലേക്ക് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഡിസൈനിങ് ഫുള്ളി റീഡിസൈൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ഹെഡ് ലാംപ്സിനൊക്കെ ഡിസൈനിങ് എടുത്തു പറയേണ്ടതാണ്. ഈ ഹെഡ് ലാംപ്സ് നോക്കുവാണെങ്കിൽ ഫുള്ളി LED ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. നല്ല പ്രീമിയം ഫീൽ ചെയ്യുന്ന ഇതിലാണ്. ഇവിടേക്ക് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഒരു ലക്ഷറി വണ്ടിയുടെ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷേപ്പൊക്കെ അടിപൊളിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പോർഷനിലാണ് ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത്. ഹാലജൻ ടൈപ്പാണ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരെ മധ്യഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. അതിലും നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനിങ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രോമിയം ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റും. അത് ഹെഡ്ലൈറ്റിൽ നിന്ന് കയറി നിൽക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നടുഭാഗത്ത് സുസുക്കിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പൊസിഷനിൽ തന്നെയാണ് കൊടുത്തിരുന്നത്. പിന്നെ ഗ്രില്ലിൻ്റെ പൊസിഷനും ഒരു അടിപൊളിയായിട്ടുണ്ട്. ഒരു പ്രീമിയംനെസ് നമുക്കിത് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരുന്നത്. പിന്നെ നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ LED ആയിട്ടുള്ള ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ലിപ്പൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിങ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഒരു സ്പോർട്ടി വണ്ടിയാണ്. നല്ല രീതിയിലുള്ള ഒരു ഡിസൈനിങ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നേരെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ബോണറ്റ് അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ളൊരു ബോണറ്റ് കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടർ ലൈൻസ് ഒക്കെ ഇത് ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ വൈപ്പർ വാഷേഴ്സ് കൊടുത്തിട്ടുണ്ട്. വൈപ്പർ ഓട്ടോമാറ്റിക് വൈപ്പേഴ്സാണ്, റെയിൻ സെൻസിങ് ആയിട്ടുള്ള വൈപ്പേഴ്സാണ് വന്നിട്ടുള്ളത്. ഇത്രയാണ് ഇതിൻ്റെ മുൻഭാഗത്തുള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ ഡിസൈനിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഡിസൈനിങ്ങിലാണ് മുൻഭാഗത്തൊക്കെ കൊടുത്തിട്ടുള്ളത്. മുൻഭാഗത്തെ ഓവറോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇനി നേരെ വശങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഈ ഒരു ഹെഡ് ലാംപ്സ് വശങ്ങളിലേക്ക് കൂടി കയറി നിൽക്കുന്ന രീതിയിലാണ് ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇതിലൊക്കെ ഡിസൈനിങ് എലമെൻ്റൊക്കെ അടിപൊളിയാണ്. ഇനി നേരെ പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ വീല് പറയുകയാണെങ്കിൽ 15 ഇഞ്ചായിട്ടുള്ള ഡുവൽ ടോൺ കളറിലുള്ള അലോയ് വീലാണ് വന്നിട്ടുള്ളത്. പിന്നെ ടയർ സൈസ് 185 65 15 ആണ് ടയർ സൈസ് വന്നിരിക്കുന്നത്. അതിലൊരു നല്ല ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ആ പെയിൻറ്റിങ്ങിനൊക്കെ ഫിനിഷിങ്ങൊക്കെ അടിപൊളിയാണ്. ഇനി നേരെ പിന്നിലേക്ക് പോകുകയാണ്. ഇവിടെയൊക്കെ നല്ല ക്യാരക്ടർ ലൈൻസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ക്യാരക്ടർ ലൈൻസ് കാണാൻ പറ്റും. ഇവിടെ തുടങ്ങിയത് പിൻഭാഗം വരെ എൻഡ് ചെയ്യുന്ന രീതിയിലാണ് ക്യാരക്ടർ ലൈൻസ് വന്നിട്ടുള്ളത്. പിന്നെ മിറർ പറയുകയാണെങ്കിൽ ഫുള്ളി ഇലക്ട്രോണിക് ആയിട്ടുള്ള മിറർ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഇൻഡിക്കേറ്റർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ 360 ക്യാമറയുടെ ക്യാമറ ഇൻക്ലൂഡ് ആയത് കാണാൻ പറ്റും. ഇതിൽ 360 ഉണ്ട്. അത് ഞാൻ ഉള്ളിലെത്തിയതിന് ശേഷം കാണിച്ചു തരാം. ഇനി നേരെ പിന്നിലേക്ക് പോകുകയാണെങ്കിൽ ഇത് എവിടെയൊക്കെ ഒരു ക്രോമിയം ഫിനിഷിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ബോഡി കളറായിട്ടുള്ള ഡോ ഹാൻഡിൽ വന്നിട്ടുണ്ട്. ബി പില്ലർ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെയും അതായത് ബാക്കിലത്തെ ഡോർ ഹാൻഡിലും ബോഡി കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്കിത് ഇവിടെ ഒരു ഇത് കാണാൻ പറ്റും. ഒരു കീലസ് എൻട്രീൻ്റെ ബട്ടണും കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുകയാണെങ്കിൽ 163 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത്. അത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വശങ്ങളിലുള്ളത്. ഇനി നേരെ നമുക്ക് പിൻഭാഗത്തേക്ക് പോകാം. ഇനി പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിലും ടെയിൽ ലാമ്പ് ഫുള്ളി LED ആയിട്ടുള്ള ടെയിൽ ലാമ്പ് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രോമിയം ഫിനിഷിംഗ് വന്നിട്ടുണ്ട്. പിന്നെ സുസുക്കിൻ്റെ ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഡിസയറിൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ലിപ്പ് നമുക്ക് ഇൻക്ലൂഡ് ആക്കിയത് കാണാൻ പറ്റും. പിന്നെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഡിഫോഗർ ലൈൻസ് വന്നിട്ടുണ്ട്. സ്റ്റോപ്പ് ലാമ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിനും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 4 റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 360 ക്യാമറയുടെ ക്യാമറയും ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ പ്ലേസിംഗ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഇത് ഇവിടെയും ഒരു ലിപ്പും അതുപോലെ തന്നെ ഒരു ഷേപ്പിംഗ് ഒക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടൈൽ ലാമ്പിൻ്റെ എലമെൻസ് ഒക്കെ കാണുവാണെങ്കിൽ ഫുള്ളി LED ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുള്ളി LED ആണ്. അതിലും ഈ ഒരു പോർഷനൊക്കെ നമ്മൾ മുൻഭാഗത്ത് കണ്ട രീതിയിലുള്ള ഡിസൈനിങ് ഒക്കെ വന്നിട്ടുണ്ട്. ഫുള്ളി റീഡിസൈൻ ആയിട്ടുള്ളൊരു ടൈൽ ലാമ്പ് വന്നിട്ടുണ്ട്. പിന്നെ ടാങ്ക് കപ്പാസിറ്റി 37 ലിറ്ററാണ് ഇതിൻ്റെ പെട്രോൾ ടാങ്ക് വരുന്നത്. അതും ഏകദേശം ഈ വണ്ടിക്ക് വേറൊരു പ്രത്യേകത നേരത്തെ ഫ്രണ്ട് എന്ന് പറയേണ്ടതെന്ന് അവർ പറയാൻ വിട്ടുപോയെന്ന് വെച്ചാൽ 25 കിലോമീറ്ററാണ് ഈ ഒരു വണ്ടിയുടെ മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിക്കി സ്പേസ് കാണുവാണെങ്കിൽ 352 ലിറ്ററാണ് ഡിക്കി വരുന്നത്. അതിലും ഒരു പുതുമ വന്നിട്ടുണ്ട്. സാധാരണ നമ്മളുടെ മാരുതിൻ്റെ കീ നമ്മളിത് കാണാറുണ്ടായിരുന്നു. പക്ഷേ ഇത് ഈ ഒരു കീ പുതുതായിട്ട് വന്നതാണ്.
ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇതിലേക്ക് ഇൻക്ലൂഡ് ആകുന്നത്. നമുക്ക് ഇതിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള ബട്ടണാണ്. ഇത് ലോങ് പ്രസ് ചെയ്താൽ ഡിക്കി ഓപ്പൺ ചെയ്ത് വരും. ഇതാണ് ഇതിൻ്റെ ഡിക്കി സ്പേസ് വരുന്നത്. 382 ലിറ്ററാണ് ഇതിൻ്റെ ഡിക്കി സ്പേസ് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു കുഴിയുണ്ട്, പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സ്പെയർ വീൽ 80 km/h ആണ് മാക്സിമം പോകാൻ പാടുള്ളൂ എന്നുള്ളത് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്പെയർ വീൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഡിക്കിൻ്റെ കാര്യങ്ങളുള്ളത്. ഇനി നമുക്ക് ഇത് അടച്ചു നോക്കാം. ഡിക്കി ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. ഈ രീതിയിലാണ് ഡിക്കി ഓപ്പൺ ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ പിൻഭാഗത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ഉള്ളിലത്തെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് ഇനി വണ്ടീൻ്റെ ഉള്ളിലേക്കുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് മുമ്പ് ഞാൻ കീലെസ് എൻട്രിൻ്റെ കാര്യം കാണിച്ചത്. നമ്മൾ ഇവിടെ ഒരു പ്രസ് ചെയ്യുമ്പോൾ വണ്ടി അൺലോക്ക് ആയി. ഈ ഒരു മിറർ അൺഫോൾഡ് ചെയ്യണമെങ്കിൽ നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിറർ അൺഫോൾഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഡോർ തുറക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് 90 ഡിഗ്രിയാണ് ഇതിൻ്റെ ഡോർ വരുന്നത്. ഡോർ പാനലിൻ്റെ ഒക്കെ ഫിനിഷിംഗ് ഒക്കെ അടിപൊളിയാണ്. നല്ല ക്വാളിറ്റി നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു കളർ തീമും അതുപോലെ തന്നെ ഇതിൻ്റെ പാറ്റേൺ ഒക്കെ നല്ല അടിപൊളി ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ക്വാളിറ്റി നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഡോർ ഹാൻഡിൽ ഒരു ക്രോമിയം ഫിനിഷിംഗ് നമുക്ക് ഇവിടെ ഡോർ ഹാൻഡിൽ കാണാൻ പറ്റും. ഈ ബീപ്പ് സൗണ്ട് ലൈറ്റ് ഓൺ ആക്കിയതാണ്, അത് ഓഫ് ചെയ്തിടാം. പിന്നെ പവർ വിൻഡോ 4 പവർ വിൻഡോൻ്റെ ബട്ടൺസ് ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക്ക് അൺലോക്ക്, വിൻഡോ ലോക്ക്, അതുപോലെ തന്നെ നമ്മൾ ഈ ഇലക്ട്രോണിക് മിറർ കൺട്രോളും അതുപോലെ തന്നെ ഫോൾഡിങ്ങിൻ്റെ ബട്ടണും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒരു കുഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു സ്പോഞ്ചൊക്കെ വരുന്നതിൽ ഒരു ആംറസ്റ്റും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നേരെ താഴേക്ക് പോകുകയാണെങ്കിൽ ഇത് ഇവിടെ ഒരു സ്പീക്കറിൻ്റെ പൊസിഷൻ വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്റ്റോറേജും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇത്രയാണ് ഡോർ പാഡിൻ്റെ കാര്യങ്ങൾ. ഇതിന് നേരെ ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ സീറ്റിൻ്റെ ഷേപ്പൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ അതുപോലെ തന്നെ കളർ തീമൊക്കെ നല്ലൊരു ബീച്ച് കളറിലും അതുപോലെ തന്നെ ഒരു പാറ്റേൺ ഒക്കെ ഇൻക്ലൂഡ് ആക്കി നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിൽ ഡ്രൈവർ സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഈ ഡ്രൈവർ സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ ലിവറൊക്കെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇരിക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ്. ഇനി നേരെ ഉള്ളിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയാണ് പുഷ് സ്റ്റാർട്ട് ബട്ടണിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളും 360 ഡിഗ്രി ക്യാമറയുടെ ബട്ടണും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഹെഡ് ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കേരളക്കാർക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് ഇവിടെ 2-3 എക്സ്ട്രാ സ്വിച്ച് വെക്കാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. പുഷ് സ്റ്റാർട്ട് ബട്ടൺ ഇവിടെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ AC വിൻഡിലൊക്കെ ഒരു വൈറ്റിൻ്റെ ഒരു തീമൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയ ശേഷം ബാക്കി നോക്കാം. അപ്പോൾ നമ്മളിത് വണ്ടീൻ്റെ ഉള്ളിലുണ്ട് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഡോറിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ കേൾപ്പിച്ചു തരാം. അടക്കുമ്പോൾ ഉള്ളത് ഇതാണ്. നല്ല ക്വാളിറ്റിയുടെ ഡോറാണ്. ഈ ഒരു 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ്, അതുപോലെ തന്നെ ഈ ഡോർ അടക്കുമ്പോഴും വണ്ടി ബോഡിയൊക്കെ തുടങ്ങുമ്പോഴൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ ഡോറിൻ്റെ മേലെ സ്പീക്കറിൻ്റെ കാര്യം പറഞ്ഞിരുന്നത് ഇവിടെ ഒരു ട്യൂട്ടറും കൂടി വരുന്നുണ്ട്. ആർക്കമിസിൻ്റെ സറൗണ്ട്സും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ കീൻ്റെ കാര്യം പറഞ്ഞുതരാം. ഈ ഒരു കീ കുറച്ച് പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ ആ രീതിയിൽ വണ്ടി ലോക്ക് ചെയ്ത് ഒരു തവണ പ്രസ് ചെയ്ത് അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ ഡ്രൈവർ ഡോർ മാത്രമേ അൺലോക്ക് ആവുള്ളൂ. 2 തവണ പ്രസ് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള എല്ലാ ഡോറും അൺലോക്ക് ആവുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ബട്ടണിൻ്റെയും അതേ ഒരു സെയിം ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു പോവാം. അപ്പോൾ നമുക്ക് ഇതിന്റെ സ്റ്റിയറിംഗ് വീലിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റിയറിംഗ് വീലാണ്. നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷിംഗ് വരുന്നുണ്ട്. ഇതിലൊക്കെ ലെതറിന്റെ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല സ്റ്റിച്ചിങ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ എയർ ബാഗിന്റെ ഒരു പൊസിഷൻ ഇവിടെയാണ് വന്നിട്ടുള്ളത്. അതിൽ സുസുക്കിന്റെ ബാഡ്ജിങ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ ക്രൂസ് കൺട്രോളിന്റെ ബട്ടൺസ് ഒക്കെ ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മ്യൂസിക് കൺട്രോൾസിന്റെ ബട്ടൺ, മ്യൂട്ട്, അതുപോലെ തന്നെ ഈ ബ്ലൂടൂത്തിന് കണക്ടിവിറ്റിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 3 സ്പോക്കാണ് അല്ലെ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുള്ളത്. ഇവിടെയൊക്കെയുള്ള ഒരു ഫിനിഷിംഗ് ഒക്കെ അടിപൊളിയാണ്. കാണാൻ നല്ലൊരു ഇതാണ്. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണെന്ന് നമുക്ക് പറയാം. നേരത്തെ കാണിച്ച് ഈ വശത്തുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ AC വെന്റ് നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗാർണിഷൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സിൽവറിന്റെ ഒരു ഫിനിഷിംഗ് വന്നിട്ടുണ്ട്. നേരെ മധ്യഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു 9 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ വന്നിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ഡാഷ്ബോർഡൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഡാഷ്ബോർഡിന്റെ ഒക്കെ ഫിനിഷിംഗ് ഒക്കെ അടിപൊളിയാണ്. നല്ല കളർ തീമൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഇതിന് സൺറൂഫ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സൺറൂഫ് ഓപ്പൺ ചെയ്തിടാം. വെളിച്ചം ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ രീതിയിലാണ് ഇതിൻ്റെ ഡാഷ്ബോർഡൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഗ്ലൗ ബോക്സും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്ലൗ ബോക്സും വന്നിട്ടുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീറ്റർ ക്ലസ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ മീറ്റർ ക്ലസ്റ്റർ തെളിഞ്ഞു വരുന്നത്. ഇവിടെ ടോക്കോമീറ്റർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഫ്യൂവൽ ഗേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഹീറ്റ് ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഫ്യൂവൽ എക്കണോമി അങ്ങനത്തെ കുറേ ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കളർ തീമൊക്കെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള റെഡിലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു വണ്ടിയുടെ 360 ക്യാമറ ഓണായി വരുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇതൊന്ന് പറഞ്ഞു പോവാം. 9 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ ഇന്റർനെറ്റ് ഫീച്ചേഴ്സും അതുകൂടാതെ കണക്റ്റീവ് ഫീച്ചേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. ഇതിൽ കണക്റ്റീവ് ഫീച്ചേഴ്സ് വയർലെസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആർക്കമിസിൻ്റെ സറൗണ്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. 4 സ്പീക്കർ 2 ട്യൂട്ടറാണ് ഇതിൽ ഉൾപ്പെടുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെയാണ് ഇത് കാണിക്കുക. ചുറ്റിലും നല്ല അടിപൊളിയായിട്ട് കാണിക്കുന്നത്. വണ്ടി നമ്മുടെ ഈ വണ്ടീൻ്റെ ടയർ വെച്ചിട്ടാണ് കാണിക്കുന്നത്.
ഒന്ന് ജസ്റ്റ് നമ്മുടെ വണ്ടിയുടെ ചുറ്റും ഒന്ന് കാണിച്ചതിന് ശേഷമാണ് ഈ ഒരു രീതിയിൽ ഓണായി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഫീച്ചേഴ്സും കൂടി ഇതിൽ വരുന്നുണ്ട്. ലൈവ് ലൊക്കേഷൻ, ഓവർ ദെയർ അപ്ഡേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ അലക്സ കണക്ടിവിറ്റി, ഓവർ സ്പീഡ് അലേർട്ട്. നമ്മുടെ ഫോണിലേക്ക് ഈ വണ്ടി ആരെങ്കിലും കൊടുത്തുവിട്ട് നമ്മുടെ ഫോണിലേക്ക് ഓവർ സ്പീഡ് അലേർട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടോ എവേ അലേർട്ടും, പിന്നെ സ്മാർട്ട് വാച്ചിൻ്റെ ആപ്പും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റിമോട്ടായിട്ട് നമുക്ക് ദൂരെ നിന്നിട്ട് തന്നെ അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ജിയോ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നേരെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ സ്ക്രീനിൻ്റെ കാര്യങ്ങൾ ഇത്രയാണുള്ളത്. നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ AC വിൻ്റെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഹസാർഡ് ബട്ടൺ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ടുള്ള AC വന്നിട്ടുണ്ട്. ടോഗിൾ സ്വിച്ച് ആണ് വന്നിട്ടുള്ളത്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സാധാരണ മാരുതി കാണുന്ന രീതിയിലാണ്. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു വയർലെസ് ചാർജർ കാണാൻ പറ്റും. ഇവിടെ വയർലെസ് ചാർജിങ് വന്നിട്ടുണ്ട്. ഈ ഒരു വണ്ടിയിൽ ആരും പ്രതീക്ഷിക്കുന്നതാണ് വയർലെസ് ചാർജിങ്. അതിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ചാർജിങ്ങിൻ്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടും USB-ൻ്റെയും ചാർജിങ്ങിൻ്റെ ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരെ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ 5 സ്പീഡ് മാനുവലാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോമാറ്റിക് വരുവാണെങ്കിൽ 5 സ്പീഡ് തന്നെയാണ് വരുന്നത്. പിന്നെ ആംബ്രസ്റ്റ് കൊടുത്തിട്ടില്ല. പിന്നെ മാനുവലായിട്ടുള്ള ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. നേരെ പിൻഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഇവിടെയും 2 USB ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് മുൻഭാഗത്തുള്ളത്. ഇനി നമുക്ക് നേരെ പിൻഭാഗത്ത് നോക്കി ഇതിൻ്റെ സ്പേസും കാര്യങ്ങളൊന്നും നോക്കി നോക്കാം. അതേപോലെ നമ്മൾ മിററിനെ പറ്റി പറയുകയാണെങ്കിൽ മാനുവൽ ഡിമ്മിങ് ആയിട്ടുള്ള മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മേലെ 2 ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺഷെയ്ഡിൽ കോ ഡ്രൈവർ സൈഡിൽ ഒരു മിറർ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നേരെ ഡ്രൈവർ സൈഡിൽ നോക്കുവാണെങ്കിൽ മിററില്ല, ഒരു സൺഷെയ്ഡ് മാത്രമാണ് വന്നിട്ടുള്ളത്. പിന്നെ നേരെ സൺറൂഫും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു അട്രാക്ഷൻ ആണ് ഇതിൻ്റെ സൺറൂഫ് വരുന്നുണ്ട്. ഇതാ അതായത് മാനുവലായിട്ടുള്ള ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബട്ടൺ വരുന്നത് സൺറൂഫ് ഓപ്പൺ ചെയ്യാം. നമുക്ക് സൺറൂഫ് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വെളിച്ചം കിട്ടുന്നുണ്ട്. നേരത്തെ നമുക്ക് സൺറൂഫ് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ എടുത്താൽ മതിയായിരുന്നു അല്ലേ. അപ്പോൾ മുൻഭാഗത്ത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നേരെ പിൻഭാഗത്തേക്ക് പോയിട്ട് പിൻഭാഗത്ത് അതിൻ്റെ സ്പേസ്, അതായത് ലെഗ് സ്പേസും ഹെഡ് റൂമും ഒക്കെ നമുക്ക് കണ്ടുനോക്കാം. എന്തായാലും നമുക്ക് നേരെ പിൻഭാഗത്തേക്ക് പോകാം. അപ്പോൾ നേരെ പിൻഭാഗത്തേക്ക് കയറുവാണെങ്കിൽ കയറാനൊന്നും ബുദ്ധിമുട്ടില്ല. നല്ല സ്പേസും ഡോറിൻ്റെ ഒക്കെയാണ്. പിന്നെ ഡോറിൻ്റെ ക്വാളിറ്റി നമുക്ക് അടക്കുമ്പോൾ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നത് പറയാണ്ടിരിക്കാൻ വയ്യ. അത്രയ്ക്കും നല്ല ക്വാളിറ്റി നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഡോറിൻ്റെ ഡിസൈനിങ് ഒക്കെ മുൻഭാഗത്ത് അതേ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ലെഗ് സ്പേസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. തൈ സപ്പോർട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഹെഡ് റൂമും കുഴപ്പമില്ലാത്ത രീതിയിൽ ഹെഡ് റൂമും കിട്ടുന്നുണ്ട്. 3 പേർക്ക് പിന്നെ ഇരിക്കാൻ പാകത്തിനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇങ്ങോട്ട് അടുത്തേക്ക് വരുമോ. 3 പേർക്ക് ഇരിക്കാൻ പാകത്തിനാണ് ഇതിൻ്റെ സീറ്റ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ 2 പേരാണെങ്കിൽ നമുക്ക് ആംറെസ്റ്റും അതുപോലെ കപ്പ് ഹോട്ടൊക്കെ ഉപയോഗിക്കാം. പിന്നെ 3 പേർക്കുള്ള സീറ്റ് ബെൽറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടില്ല. പക്ഷേ നല്ല ക്വാളിറ്റി, നല്ല ഫീൽ ചെയ്യുന്നത്, ഇരുത്തത്തിലൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. നല്ല സീറ്റൊക്കെ നല്ല രീതിയിൽ ഹഗ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സേഫ്റ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൽ 6 എയർ ബാഗ് വരുന്നുണ്ട്, ABS, EBD, അതുപോലെ തന്നെ ഐസോഫിക്സ്, ചൈൽഡ് സീറ്റ്, അങ്ങനെ ഒരുപാട് ഒരു നീണ്ട നിര തന്നെ ഇതിൽ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 എയർ ബാഗും പിന്നെ അതുപോലെ തന്നെ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് അഡൾട്ടിനും ചിൽഡ്രനും 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് വരുന്നൊരു വണ്ടിയാണ്. പിന്നെ ഈ ഒരു സ്പേസ് ഇവിടെ സാധനങ്ങളൊന്നും വെക്കാനുള്ളൊരു പോർഷൻ കൊടുത്തിട്ടില്ല, കവർ ചെയ്യില്ല. പക്ഷെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതാണ് ഐസോഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ ഇത് മൗണ്ട് കാണുന്നുണ്ടോ, കണ്ടോ, ഇതാണ് ഐസോഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ മൗണ്ട്. പിന്നെ സെൻറ്ററിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പിൻഭാഗത്തുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടേക്ക് പോകണമെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു 2 USB ചാർജർ വന്നിട്ടുണ്ട്. പിന്നെ റിയർ സൈഡ് AC വിൻഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിലുള്ളത്. പിന്നെ ചെറിയൊരു സെൻറ്റർ ടണൽ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പിൻഭാഗത്തുള്ളത്. അപ്പോൾ കുറച്ച് ഇരുട്ടായി പോയി, ലേറ്റായി നമ്മൾ വരാൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ സൈഡ് പറയുകയാണെങ്കിൽ 1197 cc ആണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ വന്നിരിക്കുന്നത്. നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള 3 സിലിണ്ടർ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. മാരുതിയുടെ തന്നെ ഏറ്റവും പുതിയ Z സീരീസ് എഞ്ചിനാണ്. Z12E എന്നൊരു സീരീസിലുള്ള എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പവർ പറയുകയാണെങ്കിൽ 80 bhp, 5700 RPM, അതുപോലെ തന്നെ 112 ന്യൂട്ടൺ മീറ്റർ ടോർക്ക്, 4300 RPM പുറപ്പെടുവിക്കുന്ന എഞ്ചിനാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എഞ്ചിൻ്റെ ക്യാബിനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നേരത്തെ ഞാനൊരു അഡാസിൻ്റെ ഒരു ഫീച്ചർ ഇതിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രൈവർ അറ്റൻഷൻ വാണിംഗ് എന്ന് പറഞ്ഞൊരു അഡാസ് ഫീച്ചർ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ സേഫ്റ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 6 എയർ ബാഗ് വരുന്നുണ്ട്, 5 സ്റ്റാർ സേഫ്റ്റി, 4 ചൈൽഡ് സേഫ്റ്റി, അതുപോലെ തന്നെ ABS, EBD, ടയർ പ്രഷർ മോണിറ്റർ വരുന്നുണ്ട്, എഞ്ചിൻ ഇമ്മൊബിലൈസർ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഓവറോൾ ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഡിസൈറിൻ്റെ ഓവറോൾ കാര്യങ്ങളുള്ളത്. അതുപോലെ തന്നെ ഇത് നമുക്ക് പ്രൈവറ്റ് വണ്ടി മാത്രമായിട്ടാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ടാക്സി ആയിട്ട് നമുക്ക് ഈ വണ്ടി അവൈലബിൾ അല്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മുട്ടിലുള്ള
KVR അരീനയുടെ ഷോറൂമിൽ നിന്നാണ് നമുക്ക് ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബുക്കിങ്ങും അതുപോലെ തന്നെ മറ്റ് വണ്ടികളുടെ ബുക്കിങ്ങിന് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറൊക്കെ ഇടാം, നിങ്ങൾക്ക് ആവശ്യത്തിന് വിളിക്കാം. പിന്നെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ഇതിൻ്റെ വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു ഡിസൈറിൻ്റെ വിശേഷങ്ങളുള്ളത്. നിങ്ങൾക്ക് ഈ വണ്ടീനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ഇടണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.